അപ്പോൾ നമ്മൾ പോക്കറ്റ് വെക്കാനുണ്ട്. അത് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ വലത് ഭാഗത്താണ് കേട്ടോ നമ്മൾ പോക്കറ്റ് വെക്കുന്നത്. ഫ്രണ്ട് പീസിൻ്റെ വലത് ഭാഗമാണ് ഞാനിപ്പോൾ മെഷീനിൽ വെച്ചിട്ടുള്ളത്. പാൻറ്റിൻ്റെ നല്ല വശമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പോക്കറ്റിൻ്റെയും നല്ല വശം പാൻറ്റിൻ്റെ നല്ല വശം ഇതാ ഇതുപോലെ വെച്ചു. എന്നിട്ട് ഇവിടെ ഈ 2 ഇഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ഇലാസ്റ്റിക് നമ്മൾ മടക്കി തയ്ക്കുമ്പോഴുള്ള ഭാഗമാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ആ 2 ഇഞ്ചിൽ നിന്ന് ഒരു ഇഞ്ച് ഒരു ഇഞ്ച് വിട്ടിട്ട് നമ്മുടെ പോക്കറ്റ് വെച്ചു കേട്ടോ. പോക്കറ്റിൻ്റെ തുണി 1 ഇഞ്ചിലാണ്, 1 ഇഞ്ച് വിട്ടിട്ടാണ് കേട്ടോ പോക്കറ്റിൻ്റെ തുണി വെക്കുന്നത്. എന്നിട്ട് നമ്മുടെ പോക്കറ്റിന് ഹോൾ ഇടുന്ന അതിൻ്റെ കണക്ക് എന്ന് പറയുന്നത് അവിടെ നിന്നൊരു 2 ഇഞ്ച് താഴത്തോട്ട് 2-2.5 താഴത്തോട്ട് ഒന്ന് അടയാളപ്പെടുത്തി. അതായത് നമ്മുടെ പോക്കറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ അവിടെ നിന്ന് ഒരു 2-2.5 ഇഞ്ചോ അടയാളപ്പെടുത്തി കേട്ടോ. ഇതവിടെ നിന്ന് ഒരു സ്റ്റാൻഡേർഡ് അളവ് എന്ന് പറയുന്നത് ഒരു 6 കേട്ടോ എടുക്കുക. 6 5.5 അങ്ങനെയൊക്കെ എടുത്താൽ മതി. അങ്ങനെ നമ്മളിവിടെ അടയാളപ്പെടുത്തി. എന്നിട്ട് ഇതൊരു 1/2 ഇഞ്ചോ ഒരു 1/4 ഇഞ്ചിലോ ആണ് കേട്ടോ. ഒരു 1/2 ഇഞ്ച് എടുക്കാം. 1/2 ഇഞ്ചിലാണ് നമ്മളിവിടെ ഇങ്ങോട്ടൊരു ഇതെടുക്കുന്നത്. എന്നിട്ട് ആ 1/2 ഇഞ്ച് ഈ അടയാളത്തിലോട്ട് 1/2 ഇഞ്ചിൽ നമ്മളൊരു ചെറിയ ഒരു ലൈൻ വരച്ചു കൊടുത്താണ്ട് ഇതൊരു സ്ക്വയർ ആക്കി എടുക്കുകയാണ്. അപ്പോൾ വേണ്ട ഇതുപോലെ നമ്മൾ ലൈന് വരച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഇവിടുന്ന് 2 ഇഞ്ച് എടുത്തതിൻ്റെ അവിടെ നിന്ന് 1 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ പോക്കറ്റിൻ്റെ തുണി വെച്ചു. എന്നിട്ട് അതിൽ നിന്ന് 2 ഇഞ്ച് താഴ്ത്തി അടയാളപ്പെടുത്തി. അതിൽ നിന്ന് ഒരു 6 ഇഞ്ച് 5.5 എടുത്താലും കുഴപ്പമില്ല, ഒരു 6 എടുത്ത് അതുപോലെ 1/2 ഇഞ്ച് ഇങ്ങോട്ട് ഉള്ളിലോട്ട് അടയാളപ്പെടുത്തി. ഇത് രണ്ടും അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ച് വെച്ചിട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ വരച്ചതിലൂടെ ഞാൻ ഇനി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇവിടെ നിന്ന് ഇതുപോലെ നമ്മൾ ഈ ലൈൻ ഇപ്പോൾ കണ്ടത് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ലൈനിൽ നിന്ന് ഇത് ഇവിടെ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടാണ് കേട്ടോ. ഇനി ഇത് അടുത്തതെന്ന് പറയുന്നത് ഈ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഉൾവശത്ത് അവിടെ ഇവിടെ ഓരോ കട്ടിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കേട്ടോ ഇതിൻ്റെ ഇവിടെ കേട്ടോ ഇങ്ങോട്ടും ഇവിടെ അയച്ചില്ലേ അതിൻ്റെ 2 ചാരി നമുക്ക് ഓരോ കട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ചുമ്പോൾ തട്ടാതെ 2 സൈഡും കണ്ടോ ഇതുപോലെ കട്ടിട്ട് കൊടുത്തു കേട്ടോ. ഈ കോർണറിൽ തയ്ച്ചതിൻ്റെ ഉൾവശത്ത് ഇതുപോലെ 2 സൈഡും നമ്മൾ കട്ടിട്ട് കൊടുത്തു കേട്ടോ. ഇനി നമ്മൾ ഇതിനി നല്ല വശം ഇതുപോലെ ഇങ്ങനെ നമ്മുടെ പോക്കറ്റിനെ ഇങ്ങനെ എടുത്തു കണ്ടോ. നമ്മുടെ ആ കട്ടിട്ട ആ കുനിപ്പാണ് ഇത് വന്നിട്ടുള്ളത്. നമ്മൾ 1/2 ഇഞ്ച് ഉള്ളിലോട്ട് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. എന്നിട്ട് കട്ട് ചെയ്ത് അല്ലേ. അപ്പോൾ അതാണ് നമുക്കിതാ ഇതുപോലെ നമ്മുടെ പോക്കറ്റിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ആ സൈഡാണ് നമ്മൾ കൈയിടുന്ന. അപ്പോൾ അതാണ് ഈ ഷേപ്പിൽ. ഇനി നമുക്കിത് ഇതുപോലെ വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ പതിച്ച് തയ്ച്ചെടുക്കാം കേട്ടോ. ശേഷമാണ് കൂട്ടിയെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ പോക്കറ്റിനെ ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ നമ്മുടെ ഇത് ഇങ്ങനെ ഉള്ളിലോട്ടാണ് കേട്ടോ മടക്കുന്നത്. ഇങ്ങനെ ഉള്ളിലോട്ട് മടക്കിയിട്ട് നമ്മളിനി ഈ അടിവശം കൂട്ടി തയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കത് ചെയ്യാം. ഇവിടുന്ന് വേണ്ട ഇത് നമ്മളിങ്ങനെ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ ഇതിൻ്റെ പോക്കറ്റിൻ്റെ അടിഭാഗം തയ്ച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് നമുക്ക് ഇത് തയ്ച്ചെടുക്കാം. ഒരു ഡബിൾ സ്റ്റിച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മുടെ പോക്കറ്റ് പെട്ടെന്ന് തുന്നി വിടാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം. ഒന്ന് നിർത്തും. അപ്പോൾ അതായത് നമ്മൾ പോക്കറ്റിൻ്റെ താഴ്ഭാഗം തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതാ ഇപ്പോൾ ഇതുപോലെ വരും. ഇനി നമുക്കിത് നമ്മളിങ്ങനെ പിടിച്ചിട്ടുള്ള നമ്മുടെ പോക്കറ്റിനെ ഇതുപോലെ ഉള്ളിൽ കണ്ടിട്ടു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ. ഇങ്ങനെ മടക്കി ഇതുപോലെ ഇങ്ങനെ അടി തയ്ച്ചു വെച്ചു. ഇനി ആ പോക്കറ്റ് ഉള്ളിലോട്ട് വെച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ കൈയിടുന്ന ഭാഗം. ഇനി നമുക്കത് നമ്മുടെ ഈ പാൻറ്റിൻ്റെ പീസും ഈ പീസും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഈ 1/2 ഇഞ്ച് ഇതിലൂടെ നമ്മൾ സ്റ്റിച്ചിങ് തട്ടാതെ പോക്കറ്റിൻ്റെ വായ അടയാത്ത രീതിയിൽ
ഒരു ചെറിയ സ്റ്റിച്ച് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ പോക്കറ്റ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്ക് പീസിനെ ഇനി അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബാക്ക് പീസും ഫ്രണ്ട് പീസും ഇനി അറ്റാച്ച് ചെയ്യുന്നതാണ് കേട്ടോ. നമ്മുടെ പോക്കറ്റിൻ്റെ വായ അടയാതെ നമ്മൾ ഈ സൈഡ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ ഇതാ ബാക്ക് പീസിൻ്റെ നല്ല വശത്ത്, ഫ്രണ്ട് പീസിൻ്റെ നല്ല വശത്ത് ബാക്ക് പീസിൻ്റെ നല്ല വശവും ഒരുമിച്ച് വെച്ചിട്ടാണ് നമ്മൾ ഇനി തയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇതാ ഇതുപോലെ വെച്ചിട്ട് തയ്ച്ചെടുക്കുകയാണ്. ഒരുമിച്ച് വെച്ചു. എന്നിട്ട് നമ്മൾ പോക്കറ്റിൻ്റെ ഇവിടെ എത്തുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിച്ച് വേണം കേട്ടോ തയ്ച്ചെടുക്കാൻ. ഇത് നമ്മുടെ പോക്കറ്റ് വായ അടയാതെ വൃത്തിക്ക് വേണം. അപ്പോൾ നമ്മൾ സാവധാനം നല്ലോണം ശ്രദ്ധിച്ച് ഇതുപോലെ വെച്ച് ഒരുമിച്ച് വെച്ച് ഇതാ ഇവിടെ നിന്നാണ് നമ്മുടെ പോക്കറ്റ് തുടങ്ങുന്നത്. അപ്പോൾ കൈ കൊണ്ട് നമുക്കിങ്ങനെ തൊട്ട് നോക്കിയാലും അറിയാമല്ലോ. അപ്പോൾ ഇതാ ഇവിടെ എത്തുമ്പോൾ അത് ഇതുപോലെ ഇതിപ്പോൾ വായൻ്റെ സൈഡെത്തി. അപ്പോൾ നമ്മൾ അത് തൊട്ട് നോക്കി വേണം കേട്ടോ ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ തപ്പി തയ്ക്കണം കേട്ടോ. ഇതിൻ്റെ പോക്കറ്റിൻ്റെ വായ അടയാത്ത വിധത്തിൽ നമ്മളിങ്ങനെ മെല്ലെ തയ്ച്ചെടുക്കാണ്. അപ്പോൾ ഇവിടെ വരെ പറ്റുന്ന പോക്കറ്റ് സൈഡ് ഭാഗം നമ്മൾ തയ്ച്ചെടുത്തതാണ് കേട്ടോ. ഇപ്പോൾ 2 ഡബിൾ സ്റ്റിച്ച് വെച്ചാണ് ഞാൻ തയ്ച്ചിട്ടുള്ളത്. താഴെ വരെ തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല വശത്ത് എങ്ങനെയാണ് നോക്കി നോക്കാം. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ നല്ല വശം കണ്ടോ. അപ്പോൾ ഇതാണ് ഇവിടെ പോക്കറ്റ് ഇങ്ങനെ ഇടാനുള്ള ഭാഗം. നമ്മുടെ പാൻറ്റിൻ്റെ നല്ല വശം ഇതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മറ്റു സൈഡും കൂടി കൂട്ടാം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് സപ്പോർട്ട്. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ ബൈ.